ശബരിമല പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി ഈ മാസം 22-ന് പരിഗണിക്കില്ല. ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിലെ ഇന്ദു മൽഹോത്ര ആരോഗ്യപരമായ കാരണങ്ങളാൽ അവധിയിൽ പ്രവേശിച്ചതിനാലാണ് മാറ്റിവെച്ചത്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, വിവരങ്ങൾ. പ്രിയ, ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ജനുവരി 22-ന് പരിഗണിക്കില്ല. ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായതിനാൽ ഹർജി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ജനുവരി 22-ന് പരിഗണിക്കാമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് വിധി പ്രസ്താവന നടത്തി ഒരു മാസത്തിനുള്ളിൽ തന്നെ നിരവധി പുനഃപരിശോധന ഹർജികൾ വന്നു. 50ഓളം പുനഃപരിശോധന ഹർജികളും റിട്ടുമാണ് കോടതിയുടെ പരിഗണനയുള്ളത്. അതിൽ തന്നെ ഹർജികൾ ഓരോന്നും വരുന്ന സമയത്തും അവർ ചൂണ്ടിക്കാണിച്ചു മണ്ഡലകാലമാണ്, ഹർജികൾ പെട്ടെന്ന് പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് കാണിച്ചിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയത് അങ്ങനെയുള്ള മെൻഷൻ വരുന്ന സമയത്ത് അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ല. 5-അംഗ ഭരണഘടനാ ബെഞ്ച് 8 ദിവസം നിരന്തരമായി വാദം കേട്ട കേസാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ല. എല്ലാ ഹർജികളും ഒരുമിച്ച് ജനുവരി 22-ന് പരിഗണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാ ഹർജികളും ഒരുമിച്ച് ജനുവരി 22-ലേക്ക് മാറ്റിവെച്ചു. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് വിപരീതമായി തന്നെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ തന്നെ ഇപ്പോഴുള്ള ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇപ്പോൾ അവധിയിലാണ്. അവർ ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ തന്നെ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ അവർ എത്ര ദിവസത്തെ അവധിയിലാണ് പ്രവേശിക്കുന്ന കാര്യം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ജനുവരി 22-ന് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ തന്നെ ശബരിമല പരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിൽ തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനു മുമ്പ് തന്നെ കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുമുള്ള പ്രധാനപ്പെട്ട കേസുകൾ തത്സമയം സംപ്രേഷണം ചെയ്യാം. അത് ജനങ്ങൾക്ക് തന്നെ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കാം. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് നേരിട്ട് അറിയാമെന്ന ഒരു നടപടിയുടെ ഭാഗമായി തന്നെ അങ്ങനെ വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമല കേസ് ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്. അത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യമായി തന്നെയായിരുന്നു അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ ഈ വിഷയം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ മുമ്പാകെ മെൻഷൻ ചെയ്തത്. ആ സമയത്താണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഈ വിഷയം തന്നെ ശബരിമല കേസ് ജനുവരി 22-ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നൊരു ചോദ്യമാണ് ചീഫ് ജസ്റ്റിസ് മുമ്പോട്ട് വെച്ചത്. നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. യുവതി പ്രവേശന വിധിയോട് വിയോജിച്ച ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അവധി എത്ര ദിവസം ഉണ്ടെന്ന് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. യുവതി പ്രവേശനത്തിനെതിരെ 50ഓളം പരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണന നിലവിലുള്ളത്. കേസ് തുറന്ന കോടതി വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതി പ്രവേശന വിധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടും വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല ഇതുവരെ യുവതികൾ പ്രവേശിച്ച കണക്കും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ഈ ആഴ്ചക്കുള്ളിൽ തന്നെ സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു സമയം ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ സമർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിന്റെ കുറച്ചു ദിവസങ്ങൾ മുമ്പ് ഇന്നോടുകൂടി തന്നെ എന്തായാലും വ്യക്തമാക്കുന്നു കേസ് 22 തന്നെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഈ പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എത്ര ദിവസത്തെ അവധിയിലാണ് പോയത് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അവധിക്ക് ശേഷം തന്നെ ഇനി എന്ന് കേസ് പരിഗണിക്കാമെന്നുള്ള കാര്യം സുപ്രീം കോടതി പിന്നെ വ്യക്തമാക്കും. പ്രിയ, ശബരിമല പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റിവെച്ചു. 22-നായിരുന്നു പരിഗണിക്കേണ്ടത്. ഈ തീയതിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. ശബരിമലയിൽ പോകാൻ അനുമതി തേടിയുള്ള ബിജെപി നേതാവ് കെ സുരേന്ദ്രന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ജാമ്യവ്യവസ്ഥയിൽ ഇളവില്ലെന്നും കോടതി വ്യക്തമാക്കി. മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടി ഹൈക്കോടതിയിലെത്തിയ സുരേന്ദ്രന് കടുത്ത വിമർശനമാണ് ഇന്നും കേൾക്കേണ്ടി വന്നത്. സുരേന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. അക്രമം ഉണ്ടാക്കാനല്ലേ പോകുന്നതെന്നും കോടതി വിമർശിച്ചു. പരോളിലുള്ള പ്രതികൾ വരെ മലയിൽ പോകുന്നുണ്ടെന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞവർക്ക് ഈ ആനുകൂല്യം നൽകാനാവില്ലെന്ന് ഇതിന് മറുപടിയായി കോടതി വ്യക്തമാക്കി. സുരേന്ദ്രന്റെ ഹർജിയെ പോലീസ് ശക്തമായി എതിർത്തു. ഇതുകൂടി അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. സുരേന്ദ്രന് വേണമെങ്കിൽ ഇളവിനായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴും കോടതി സുരേന്ദ്രനെ നിശിതമായി വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് സ്ഥലം എംഎൽഎമാരെ ഒഴിവാക്കിയതിൽ വ്യാപക പ്രതിഷേധമുയരുന്നു. ഒഴിവാക്കിയ നടപടി വിവാദമായതിനെ തുടർന്ന് ചവറ എംഎൽഎ വിജയൻ പിള്ളയെ ഉൾപ്പെടുത്തി. അതേസമയം നൌഷാദ് എംഎൽഎ, നഗരസഭാ മേയർ രാജേന്ദ്രബാബു എന്നിവർ ഉദ്ഘാടന ചടങ്ങിന്റെ പട്ടികയിലില്ല. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ ഒരു വിഷയം വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ പ്രോട്ടോകോളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവസാനമായി ഇപ്പോൾ ഒഴിവാക്കിയ നടപടി വിവാദമായതിനെ തുടർന്ന് ചവറ എംഎൽഎ വിജയൻ പിള്ളയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ചവറ വിജയൻ പിള്ളയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മേയർ രാജേന്ദ്രബാബു, ഇരവിപുരം എംഎൽഎ നൌഷാദ്,
ഗവർണർമാരുടെ ADC, GAD അതിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. പ്രോട്ടോകോൾ പ്രകാരം ഗവർണർ പങ്കെടുക്കുമ്പോൾ ഇവർ കൂടി ഉണ്ടാകണമെന്നുണ്ട്. ഇപ്പോൾ ഗവർണറുടെ ബന്ധപ്പെട്ട ആൾക്കാരെയും ഇതിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെട്ടിനിരത്തി. ഇതിനെല്ലാം കാരണം O രാജഗോപാൽ, നേമം MLA O രാജഗോപാൽ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ MP V മുരളീധരൻ, സുരേഷ് ഗോപി MP, രാജ്യസഭാ MP, ഇവർ 3 പേരെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവസാന നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ ഒരു ലിസ്റ്റ് അത് വെട്ടിനിരത്തി കടും വെട്ടി ഇവരെ ഉൾപ്പെടുത്താൻ വേണ്ടി അർഹതയുള്ളവരെയെല്ലാം ഒഴിവാക്കിയിരിക്കുന്നത്. ശരി, വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് സ്ഥലം MLA-മാരെ ഒഴിവാക്കിയ നടപടി ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. BJPക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഇക്കാര്യത്തിൽ സങ്കുചിത രാഷ്ട്രീയമാണുള്ളത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലം ബൈപ്പാസ് തുറക്കുന്നു എന്നത് കൊല്ലം നിവാസികൾക്കും കേരളത്തിനും ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഈ ഗവൺമെന്റിന്റെയും വികസനത്തിന്റെ തൂവൽ ഒരു നിർണായകമായ തൂവൽ കൂടി തുന്നിച്ചേർക്കുകയാണ്. പക്ഷെ അതിനെ നിർഭാഗ്യവശാൽ സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മിനിറ്റ് പ്രോഗ്രാം മിനിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4:30 വരെയും വിജയൻ പിള്ളയും നൌഷാദും മേയറും ഉണ്ട്. ഇന്നലെ അത് കഴിഞ്ഞ് 4:30-ക്ക് ശേഷം വീണ്ടും കത്ത് വരുമ്പോ ഇവര് 3 പേരും ഔട്ട്. അതിന് പകരം വന്നത് തിരുവനന്തപുരം MLA, മഹാരാഷ്ട്രയിൽ നിന്ന് പ്രതികരിക്കുന്ന MP, മറ്റേ സുരേഷ് ഗോപി അടക്കമുള്ള MP ആണ് വരുന്നത്. ഇപ്പൊ അവരെ പെടുത്തുന്നതിനെ നമ്മൾ പറയുന്നില്ല. തിരുവനന്തപുരം MLA-ക്ക് ഈ ഫംഗ്ഷന് പങ്കെടുക്കാം. ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ MLA-മാർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുന്ന എന്ത് യുക്തിയുടെ പേരിലാണ്? സന്തോഷകരമായ ചടങ്ങിൽ നിന്ന് സ്ഥലം MLA-മാരെ ഒഴിവാക്കിയ നടപടി തെറ്റെന്ന് മന്ത്രി K. രാജു. രാഷ്ട്രീയ താൽപര്യമാണ് ഇതിന് പിന്നിലെന്നും മന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ അത് കടന്നുപോകുന്ന പ്രദേശത്തെ MLA-മാരെയും ക്ഷണിക്കേണ്ടത് തന്നെയായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഉദ്ഘാടനം നടത്തി നാടിന് സമർപ്പിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൽ പങ്കാളികളാകാൻ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് അവസരം ഒരുക്കേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതെ മറ്റു പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെയും മറ്റും കുത്തിത്തിരിയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയുമല്ല. ഇടവേള. മുനമ്പം മനുഷ്യക്കടത്ത് മുനമ്പം തുറമുഖം രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ. വിദേശ നുഴഞ്ഞുകയറ്റം നടന്നോ എന്നതുൾപ്പെടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു. നിരവധി ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് നുഴഞ്ഞുകയറ്റ സാധ്യത അന്വേഷിക്കാൻ കാരണമായത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഈ മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏത് രീതിയിലാണ് ഇവരുടെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഏതെല്ലാം മേഖലകളിലാണ് അന്വേഷണം? പ്രിയ, അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ മുനമ്പത്തും ചോറ്റാനിക്കരയിലുമുള്ള ലോഡ്ജുകളിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 12-നാണ് മുനമ്പം തീരത്ത് നിന്ന് ഒരു സംഘം ബോട്ടിൽ തീരം വിട്ടതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ മുൻപായി ഇക്കഴിഞ്ഞ 5-ാം തീയതി കേരളത്തിലെത്തിയ സംഘം ഈ മാസം 11 വരെ ചെറായിലും ചോറ്റാനിക്കരയിലും മുനമ്പത്തും മറ്റുമായി വിവിധ ഹോം സ്റ്റേകളിലും ലോഡ്ജുകളിലും താമസിച്ചതായുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചെറായിലെ ഹോം സ്റ്റേയിലെയും മറ്റും CCTV ദൃശ്യങ്ങൾ ഇതിനകം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചോറ്റാനിക്കരയിലും ഇത്തരത്തിൽ ചോറ്റാനിക്കരയിലും മുനമ്പത്തും ഇവർ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഹോട്ടലുകളിൽ പോലീസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. ഒപ്പം ഇവിടുത്തെ ജീവനക്കാരുടെയും മറ്റും മൊഴി പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 5-നും 11-നും ഇടയ്ക്ക് കൂടുതൽ ഇത്തരത്തിൽ കേരളത്തിന് പുറത്തു നിന്ന് എത്തിയവർ ഇവിടെ താമസിച്ചിരുന്നോ എന്നതാണ് ഇവരോട് പ്രധാനമായും ചോദിക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളിൽ അവരുടെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഇവിടെ ഇതുകൂടാതെ തന്നെ മറ്റ് തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്നുള്ള ലോഡ്ജുകളിലെല്ലാം തന്നെ പോലീസ് ഒരേ സമയം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ നിന്ന് കണ്ടെത്തിയ മേൽവിലാസം അനുസരിച്ച് ഡൽഹിയിൽ നിന്നാണ് ഇവർ എത്തിയത് എന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്.
ഒപ്പം ഇവര് ദില്ലിയിലെ വലിയ റാക്കറ്റുമായി ഇതിന് ബന്ധമുണ്ടോ, മനുഷ്യക്കടത്ത റാക്കറ്റുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള റാക്കറ്റുകളെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ പോലീസ് സംഘം ഡൽഹിയിലും എത്തിയിരിക്കുന്നത്. 16-അംഗ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത അന്വേഷണ സംഘം വിപുലീകരിച്ചിരുന്നു. ഇന്ന് രാവിലെ എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗവും ചേർന്നിരുന്നു. നിരവധി ചോദ്യങ്ങൾക്കാണ് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ മനുഷ്യക്കടത്ത് ഇവിടെ നിന്ന് 40ഓളം പേർ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടൽ മാർഗം കടന്നു എന്ന വിവരത്തോടൊപ്പം തന്നെ ഈ ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മറ്റു ചില സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ട്. വിദേശത്തു നിന്ന് കടൽ മാർഗം കേരളത്തിലേക്ക് പലരും നുഴഞ്ഞു കയറി ഇവിടെ പലയിടങ്ങളിലായി താമസിച്ചുവല്ലോ എന്ന സംശയവും പോലീസിനുണ്ട്. അതിന്റെ ഭാഗമായാണ് കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ളവ മുനമ്പം തുറമുഖമടക്കം ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവരെ കണ്ടു എന്ന് പറയപ്പെടുന്ന ദൃക്സാക്ഷികളടക്കമുള്ളവരിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുന്നുണ്ട്. ഇവർ സഞ്ചരിച്ച ബോട്ട് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ബോട്ടിന്റെ ഉടമസ്ഥനെയും അധികം വൈകാതെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് ഇവരെ ഇവിടെ എത്തിച്ചത്, എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, എന്തുകൊണ്ട് മുനമ്പം തീരം തെരഞ്ഞെടുത്തു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പം ഈ ബോട്ട് കണ്ടെത്താനുള്ള തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. പുറംകടലിൽ അടക്കം തീര സംരക്ഷണ സേനയും നാവികസേനയും അടക്കം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ തെരച്ചിൽ നടത്തുകയാണ്. ഈ ബോട്ടും കണ്ടെത്തണം, ഒപ്പം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവും പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ. ഉപേഷ്, ഇപ്പോൾ ഡൽഹിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഡൽഹിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള കാരണം എന്താണ്? അവിടേക്കും ആളുകൾ ഉണ്ട്, അവിടെ നിന്നുള്ള ആളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇവർ ഉപേക്ഷിക്കപ്പെട്ട ബാഗുകളിൽ നിന്ന് കണ്ടെത്തിയ രേഖകൾ അനുസരിച്ച് ഇവർ ഡൽഹിയിൽ നിന്ന് വന്നവരാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഒപ്പം ഇവിടെ താമസിക്കാനായി, കേരളത്തിൽ വിവിധയിടങ്ങളിൽ താമസിക്കാനായി ലോഡ്ജിലും മറ്റും ഇവർ തിരിച്ചറിയൽ രേഖ നൽകിയതിലും ഡൽഹി മേൽവിലാസം ഉണ്ടായിരുന്നു. പല രേഖകളും വ്യാജമാണ് എന്ന സംശയവും പോലീസിനുണ്ട്. എങ്കിൽ തന്നെയും വന്നവരിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ ഡൽഹിയിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഒപ്പം ഇതിന് ഡൽഹി കേന്ദ്രീകരിച്ച വലിയ മനുഷ്യക്കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന നിഗമനവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഒരു സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മുൻപ് മനുഷ്യക്കടത്ത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ ദില്ലിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. വലിയ റാക്കറ്റ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് നിരീക്ഷിക്കുന്നു. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ചാന്തികവാടത്തിൽ സംസ്കരിക്കും. ശബരിമലയിൽ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഭക്തർ മലയിറങ്ങുന്നു. മാസപൂജകൾക്ക് ശേഷം നട ഈ മാസം 20-ന് അടയ്ക്കും. അതേസമയം ശബരിമല പുനഃപരിശോധന ഹർജി മാറ്റിവെച്ചതിൽ ആശങ്കയില്ലെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വിവരങ്ങളുമായി റിനു ചേരുന്നു. സമാധാനപരമായിട്ടുള്ള ഒരു മണ്ഡലകാലം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൃത്യമായി അദ്ദേഹം പറഞ്ഞത്, ഇത്രയും നാൾ റിവ്യൂ ഹർജി മുന്നോട്ട് കൊണ്ടുപോയില്ലേ സുപ്രീം കോടതി, അതുകൊണ്ട് തന്നെ കേസ് മാറ്റിവെച്ചതിൽ ബോർഡിന് യാതൊരുവിധ ആശങ്കയുമില്ല. കോടതിയെ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് അനുസരിക്കും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന് ആചാരങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നു. നിലവിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു തർക്കമാണ് ശബരിമലയിൽ ഉള്ളത്. എന്നാൽ ആ ആചാരങ്ങളെക്കുറിച്ച് ഭക്തർക്കുള്ള തർക്കം കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം നൽകുകയുണ്ടായി. മറ്റൊന്ന്, രാഷ്ട്രീയമായിട്ടുള്ള ചില തർക്കങ്ങൾ പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിലൊരു തർക്കങ്ങൾ ഒരു കാരണവശാലും രാഷ്ട്രീയമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തന്നെ ദേവസ്വം ബോർഡ് കാണുമെന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, വരുമാനം കുറഞ്ഞെങ്കിലും യാതൊരു രീതിയിലുള്ള ആശങ്കയും സംസ്ഥാന സർക്കാർ ഒപ്പമുള്ളത് കൊണ്ട് ഇല്ല എന്നുള്ളതാണ്. കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിഷമവും ബുദ്ധിമുട്ടും ദേവസ്വം ബോർഡിന് ഇല്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. മുമ്പോട്ട് പോയതുപോലെ തന്നെ ശബരിമല മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സമാധാനപരമായിട്ടാണ് ഒരു മണ്ഡലം മകരവിളക്ക് കാലം കഴിഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആരെയെങ്കിലും മനഃപൂർവ്വമായി വിളിച്ചു വരുത്തി ശബരിമലയിൽ കൊണ്ടുവരണം എന്ന് ഗവൺമെന്റിന് താല്പര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പോലും ഞങ്ങൾ ചിന്തിക്കുന്നില്ല.
ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ പിന്നെ അവരെപ്പോഴാണ് പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ പരിഗണിക്കട്ടെ. എന്തായാലും നേരത്തെ പത്മകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്, സമാധാനപരമായിട്ടുള്ള ഒരു മണ്ഡലകാലം തന്നെയാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം 6:38 മകരവിളക്ക് ദർശിച്ചതിന് ശേഷം അയ്യപ്പന്മാർ തിരികെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടിയും വലിയ തിരക്ക് സന്നിധാനത്തുണ്ട്. കാരണം ഇന്നലെ ദർശനം കണ്ടതിന് ശേഷം അയ്യപ്പ ദർശനത്തിന് വേണ്ടി മകരവിളക്ക് കണ്ടതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച, അയ്യപ്പ ഭക്തന്മാരെല്ലാം തന്നെ തങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ടതിനു ശേഷം ഭക്തരെല്ലാം തന്നെ പമ്പയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചിത്രത്തിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. തേങ്ങയടിച്ച് മല ചവിട്ടിയ ഇവർ തേങ്ങയടിച്ച് തന്നെ മല ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇനി 5 ദിവസമാണ് മാസപൂജ. ഇന്ന് മാസപൂജയ്ക്ക് വേണ്ടിയാണ് നട തുറന്നിരിക്കുന്നത്. മാസപൂജ 5 ദിവസം 20-ാം തീയതി വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇതിൽ 18-ാം തീയതി വരെയാണ് നെയ്യഭിഷേക ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശേഷം 19-ാം തീയതി പന്തളം രാജകുടുംബത്തിന് നെയ്യഭിഷേകം നടത്തുവാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം 20-ാം തീയതി 19-ാം തീയതിയോടുകൂടി തന്നെ ഭക്തന്മാർക്ക് ഇവിടേക്ക് കടക്കുവാനുള്ള ഒരു അവസരം ഇല്ലാതാകുമെന്നുള്ളതാണ്. അതിനുശേഷം 20-ാം തീയതി പന്തളം രാജകുടുംബത്തിനാണ് ആചാരാനുഷ്ഠാന പ്രകാരം ഇവിടെ പൂജ നടത്തുവാനുള്ള ഒരു അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ 20-ാം തീയതി മറ്റ് ഭക്തരെ അങ്ങോട്ട് കടത്തിവിടുന്നതല്ല. അതുകൊണ്ട് 20-ാം തീയതി പുലർച്ചയോടുകൂടി ആ ആചാരാനുഷ്ഠാന ക്രമമുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് നടയടയ്ക്കും. ഈ രീതിയിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് അയ്യപ്പ സന്നിധിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാ രീതിയിലുള്ള ഒരു ഭക്തി നിർഭരമായ കാഴ്ചയും കണ്ട് അയ്യപ്പനെയും മകരവിളക്കും ഒക്കെ ദർശിച്ച് അയ്യപ്പ ഭക്തർ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. കത്തോലിക്ക സഭ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുവെന്ന ആരോപണം. സിനഡിനെ കുറിച്ച് അപമാനകരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി. വാർത്തകൾക്കു പിന്നിൽ തീവ്രവാദികളും നക്സലൈറ്റുകളുമെന്ന് സഭ. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, സഭ ഏത് രീതിയിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ച് സഭ പറഞ്ഞിരിക്കുന്നത്? പ്രിയ, അല്പം മുമ്പ് സീറോ മലബാർ സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത്. അതായത് സീറോ മലബാർ സഭയുടെ സിനഡ് ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സിനഡിന്റെ തീരുമാനങ്ങൾ എന്ന പേരിൽ ചില മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ സഭയ്ക്ക് അപമാനകരമാണ്, അത് വ്യാജ വാർത്തകളാണ്. സിനഡിനെ കുറിച്ച് അപമാനകരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് അതിൽ പറയുന്നത്. അതിൽ ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ മെത്രാന്മാരെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു എന്ന് വാർത്ത നൽകി. അങ്ങനെ ഒരു ചർച്ച സിനഡിൽ സാധാരണ നടത്താറില്ല. മാത്രമല്ല പാത്രിയാർക്കൽ പദവി സൃഷ്ടിച്ചു എന്ന തരത്തിൽ വാർത്ത നൽകി. അത്തരം വാർത്തകൾ ഒന്നും ശരിയല്ല, എല്ലാം വസ്തുതാവിരുദ്ധമാണ്. സഭയെ ബോധപൂർവം താറടിക്കാനും അപമാനിക്കാനുമുള്ള ശ്രമമാണ്. ആ ശ്രമങ്ങൾക്ക് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരും തീവ്രവാദികളും നക്സലൈറ്റ് ബന്ധമുള്ളവരുമാണ് എന്ന് സഭ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്തരം ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അത്തരം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഫാദർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ വാർത്താക്കുറിപ്പ് അറിയിക്കുന്നു. മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കത്തോലിക്ക സഭ. വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചതിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ സഭ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. പന്തളം നഗരസഭയിൽ LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. കോൺഗ്രസ് BJP സഹായത്തോടെ കൊണ്ടുവന്ന അവിശ്വാസമാണ് വേണ്ട ഭൂരിപക്ഷം ലഭിക്കാതെ പരാജയപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. ഉത്തർപ്രദേശിലെ സഖ്യരൂപീകരണമായിരിക്കും മുഖ്യ അജണ്ട. SP-BSP സഖ്യത്തിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ RLD, SP വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച ശിവപാൽ യാദവ് എന്നിവരുമായി സഖ്യം രൂപീകരിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരള നേതാക്കൾ നാളെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും.